ബ്ലാക്ക് തീമിൽ ഒരു ലോക്കറ്റ് ഉണ്ടാക്കണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അതങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹാഫ് ബീഡ് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിൽ. പിന്നെ 2 ബീഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഐപ്പിന്നും പിന്നെ ഒരു ഇതുപോലത്തെ ഒരു ഷീറ്റ്, നമ്മുടെ ഗ്ലാസ് ഷീറ്റ് അല്ലെങ്കിൽ OHP ഷീറ്റ് എന്നൊക്കെ പറയുന്ന അതാണ്, ഗ്ലാസ് ഷീറ്റാണ്. ഇനി നമ്മൾ ഇതുപോലത്തെ 2 ബീഡുകൾ ഒരേ സൈസിൽ തന്നെ എടുക്കണം കേട്ടോ. പല സൈസിലാണ് 2 ബീഡ് ഉണ്ടായിരിക്കുക ചിലപ്പോൾ അതിൽ. അപ്പോൾ അതെല്ലാം ഒരേ സൈസിലുള്ള 4 ബീഡ് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു 2 ബീഡ് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യും. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് 2 ബീഡിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഗ്ലാസ് ഷീറ്റിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്യുക, അതിന് ശേഷം നമുക്ക് ലെവലാക്കി കൊടുക്കാം. കുറച്ച് ലെങ്ത്തിലാണ് 2 ബീഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് ഒരെണ്ണത്തിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ ഓരോന്നും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തേക്ക് ബീഡ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മളിതിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് സെയിം രീതിയിൽ ചെയ്തത് കമ്മലായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ 2-3 പെൻഡൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. സിമ്പിൾ ലോക്കറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാം. കമ്മലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ ഒരു 2 ബീഡൊക്കെ എംബ്രോയിഡറി മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഷോപ്പുകളിൽ കിട്ടും. ഞാൻ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മളൊന്ന് ഒരു പെൻഡൻറ്റ് ഉണ്ടാക്കി നോക്കിയതാണ്. അതുപോലെ ഒരു കമ്മൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം ഷോർട്സ് ആയിട്ട്. പിന്നെ ഇതുപോലെയൊക്കെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ലെവലാക്കി കറക്റ്റ് സൈസിൽ ലെവലാക്കി കൊടുക്കണം. കറക്റ്റ് ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മതി നിങ്ങൾക്ക് ഉള്ളിൽ ഒട്ടിച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അത് മതി കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളിതുപോലെ ഗ്ലൂ ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ടച്ച് ചെയ്ത് അത് ഇങ്ങോട്ട് ഊരിപ്പോരും, നീങ്ങിപ്പോരും ഉണങ്ങുന്നതിന് മുമ്പാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു 2 ബീഡ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നിങ്ങൾ ഉള്ളിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഹാഫ് ബീഡാണ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഞാൻ സൗണ്ട് കൊടുക്കായിരുന്നത് കാരണം കോഴിച്ചാരത്തിന് ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ. ആളവിടെ കിടന്ന് ഇങ്ങനെ കൂവി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ നേരത്തെ ചെയ്ത അതേ ബീഡിൻ്റെ തൊട്ടടുത്തായിട്ട്, അതായത് 2 ബീഡ് എങ്ങനെയാണോ വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലൈനിൽ എത്ര ബീഡ് വെക്കുന്നു അതേ ബീഡ് തന്നെ ഇപ്പുറത്തെ സൈഡിലും വരാൻ പാടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ 5 ബീഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ എണ്ണി നോക്കുമ്പോൾ 5 ബീഡ് വേണം. അങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 6 ബീഡാണ് ഒരു സൈഡിൽ ഒട്ടിക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ 6 ബീഡ് എങ്ങനെ വരണം എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഒട്ടിച്ച ബീഡ് അടക്കേ നിങ്ങൾ എണ്ണാവും. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് 3 ബീഡ് കണക്കാക്കാം. നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങി 3 ബീഡ്, ഇനി ഒരു 3 ബീഡും കൂടി ഒട്ടിച്ചാൽ ഈ സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. ഫസ്റ്റിൽ നമ്മൾ 6 ബീഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 5 ബീഡേ വരുള്ളൂ. എങ്കിലാണ് കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പും ആ ഒരു പെർഫെക്ഷനും കിട്ടുള്ളൂ. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള പെൻഡൻറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളിതുപോലെ ഈ ഒരു രീതിയിൽ നമ്മുടെ പതക്കമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പതക്കത്തിൻ്റെ പെൻഡൻറ്റ് മാലയ്ക്കും കമ്മലിനും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ചാനലിലുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നല്ല ഭംഗിയായിട്ട് നമുക്ക് റിയൽ ലുക്കിലുള്ള പതക്കത്തിൻ്റെ അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഓപ്പോസിറ്റ് സൈഡിൽ സെയിം നമുക്ക് 5 ബീഡേ വരുള്ളൂ. ലാസ്റ്റത്തെ 6ാമത്തെ ബീഡ് നമ്മൾ ഫസ്റ്റിൽ ഒട്ടിച്ചതിൽ വരും. അത് കറക്റ്റായിട്ട് വരും. എങ്കിലാണ് അവിടെ സ്പേസ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റിൽ വരുമ്പോൾ നമുക്ക് ആകെ 4 ബീഡേ ഒട്ടിക്കേണ്ടി വരുള്ളൂ. 2 എണ്ണം 2 സൈഡിൽ ലാസ്റ്റ് ബീഡ് വരും. അതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഏത് ഭാഗമാണ് ഒട്ടിക്കുന്നത് അവിടെ നമുക്ക് ആകെ 4 ബീഡേ വരുള്ളൂ. 6 ബീഡാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഞാൻ ഈ ഒരു ബീഡ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു സ്റ്റോണാണ്, ഗോൾഡൻ കളർ. പക്ഷേ എനിക്ക് ഗോൾഡിൻ്റെ ബ്ലാക്കിൻ്റെ കൂടെ ഗോൾഡും കൂടി വന്നാൽ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഒട്ടിക്കുമ്പോൾ എനിക്ക് 4 എണ്ണേ വന്നിട്ടുള്ളൂ ഒരു സൈഡിൽ. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ നമുക്ക് 3 എണ്ണം വെച്ചിട്ടേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റിൽ വരുമ്പോൾ 2 എണ്ണേ വരുള്ളൂ. 2 സൈഡിലും 2 എണ്ണം ഉള്ള കാരണം നമുക്ക് 2 ബീഡ് അവിടെ വരുള്ളൂ കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അറേഞ്ച് ചെയ്ത് പോകേണ്ടത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഞാൻ ഒരു 4 ബ്ലാക്കിൻ്റെ ബീഡും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഹാഫ് ബീഡും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്പേസിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ എനിക്ക് 2 എണ്ണേ വയ്ക്കാൻ പറ്റുള്ളൂ. ഈ ഒരു രീതിയിൽ 2 എണ്ണേ വയ്ക്കാനുള്ള സ്പേസ് അവിടെ ഉള്ളൂ. ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചിരിച്ചിട്ടാണ് വെക്കുന്നത്. പക്ഷേ അതിനൊരു ഫ്ലവറിൻ്റെ ലുക്ക് വരും കേട്ടോ. നമ്മളത് ഒട്ടിച്ച് വരുമ്പോൾ ഒരു ഫ്ലവർ വരുന്ന രീതിയിൽ വരും. ഇനി അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ ഒരു ഗോൾഡൻ ബീഡും കൂടി ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെ വേണം, കാരണം ഗ്ലൂ അടിയിലായിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ഗ്ലൂ ഇതിന് സെൻറ്ററിൽ വയ്ക്കുക. അതിന് ശേഷം ആ ഒരു ബീഡും കൂടി ഒട്ടിച്ച് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു തീമിലൊക്കെ നമുക്ക് പെൻഡൻറ്റുകൾ ചെയ്തെടുക്കാം. ഒരുപാട് പെൻഡൻറ്റുകൾ ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ചാനലിൽ ഫ്രീ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ A to Z കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അത് പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എന്നിട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകൾ കിട്ടും. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ പെൻഡൻറ്റ് നമുക്ക് ഒരു കൊളുത്ത് വേണം അല്ലേ, മാല ചെയിൻ, ഇൻവിസിബിൾ ചെയിൻ ആയാലും ഗിയർ വയറൊക്കെ ഇട്ട് കൊടുക്കാൻ. അതിന് ഐപ്പിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഐപ്പിന് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിൽ ഇതുപോലെ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ ആ ഒരു കോർണർ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ചെയിൻ ആയാലും അല്ലെങ്കിൽ ഗിയർ വയർ ആയാലും എന്ത് വേണമെങ്കിലും ഇതുപോലെ കോർത്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ വെക്കണം, ഈ രീതിയിൽ വെക്കണം, എങ്കിൽ ചെയിൻ കോർക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ പെൻഡൻറ്റ് നിൽക്കുള്ളൂ. നേരെ വെക്കരുത്, ഒന്ന് ചെരിച്ച് വെക്കണം. അതിൻ്റെ ആ ഹോള് ചെരിഞ്ഞ് നിൽക്കണമെങ്കിലേ നമുക്ക് കോർത്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു ഐപ്പിന് ഉരിപ്പോവാതിരിക്കാൻ അതിൻ്റെ ബാക്കിൽ ചെറിയൊരു പീസിലുള്ള വാക്സ് ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ വാക്സ് ഷീറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ സൈസ് നോക്കി തന്നെ കട്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ എടുത്തത് ഇത്തിരി വീതി കൂടിപ്പോയി, അപ്പോൾ ഞാനതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് കളയും. നിങ്ങളല്ലെങ്കിൽ അവിടെ ആ ഒരു ചെരിച്ചിട്ടിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി. അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അതുപോലെ ഐപ്പിന് ചെരിഞ്ഞ് പോവാതെ ഈ ഒരു രീതിയിൽ തന്നെ വയ്ക്കാനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്ക് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വീതിയിൽ കട്ട് ചെയ്യേണ്ട, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തോളൂ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അത് കാണാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്തോളൂ. ഞങ്ങൾ ഇല്ലെങ്കിൽ ഇനി ഈ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെരിഞ്ഞു പോകും, ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, പ്രാക്ടീസ് ഉള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അവിടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് കാണില്ല. ഇപ്പോൾ ഇത് മുന്നേ ചെയ്താൽ മതി, രണ്ട് സൈഡും ഇതേപോലെ. അപ്പോൾ ദേ ഞാൻ വീണ്ടും പറയുകയാണ്, ഐപ്പിന് ഈ രീതിയിൽ വെക്കണം, എങ്കിലേ മാല കോർത്ത് ഇടാൻ പറ്റുള്ളൂ. ഈ പെൻഡൻറ്റ് വെച്ചിട്ടുള്ള ചെയിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിങ്ങും ഹെയർ ആക്സസറീസും ഒക്കെ പെയ്ഡായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. മോളിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഫെബ്രുവരി ബാച്ച് നമ്മുടെ 10th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ സീറ്റുകളൊക്കെ നിങ്ങൾ ഉറപ്പിച്ചോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.